ഹായ് ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മളുടെ പുഷ് പുൾ ലെഗിൻ്റെ ചാപ്റ്ററാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പുഷിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പുള്ള് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ തേർഡ് പാർട്ടായിട്ടുള്ള ലെഗിൻ്റെ വീഡിയോയുടെ ദിവസമാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ലെഗിൻ്റേതായിട്ടുള്ള വാമപ്പ് എക്സസൈസുകളൊക്കെ ഒന്ന് ചെയ്യുക. ലെഗിൻ്റെ ഒരുപാട് സ്ട്രെച്ചസും ഡൈനാമിക് സ്ട്രെച്ചസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷം ലെഗ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 മിനിറ്റോ സൈക്കിള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം ലെഗിൻ്റെ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫുൾ ഡേ നിങ്ങൾ പുഷ് ലെഗിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ഡേ ലെഗ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ആദ്യം ലെഗ് എക്സ്റ്റൻഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മളുടെ സ്ക്വാട്ടാണ്. ഞാനിവിടെ ചെയ്യുന്നത് ഡംബൽ സ്ക്വാട്ടാണ്. ഇതാകുമ്പോൾ നമ്മളെ ബിഗിനേഴ്സിനും കൂടെ ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ്. ഇപ്പോൾ ഞാനിതിൽ സ്ക്വാട്ടിന് ഹാക്ക് സ്ക്വാട്ട് സ്മിത്ത് മെഷീൻ ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരു ബിഗിനർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഡംബലാണ്. ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ആദ്യം നിങ്ങൾ ലെഗ് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു മാക്സിമം ശനി വൈഡ് എടുത്തതിന് ശേഷം ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ ഇതിന് യൂസ് ചെയ്യേണ്ടത്. ഡംബിൾ കറക്റ്റ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ സ്ക്വാട്ട് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്ക്വാട്ട് ഉണ്ട്. പക്ഷേ ഞാനതിൽ ലെഗിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ആക്കാം. ഇതിപ്പോൾ ഇത് ചെയ്യാകുമ്പോൾ ബിഗിനേഴ്സ് ഇതിന് കൂടെ ചെയ്യാൻ പറ്റുന്ന സ്ക്വാട്ട് ആയതുകൊണ്ടാണ് ഞാനിതിൽ ഡംബിൾ സ്ക്വാട്ട് ചെയ്യാൻ കാരണം. ഇനി ഡംബിൾ വെച്ച് നമുക്ക് സുമോ സ്ക്വാട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് നോർമൽ ഡംബിൾ സ്ക്വാട്ടാണ്. അടുത്തതായിട്ട് ലെഗ് പ്രസ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 ക്വാഡ്സ് മസിൽസ് എക്സസൈസ് ഫസ്റ്റ് ചെയ്തു. ഒന്ന് എക്സ്റ്റൻഷൻ, ദ സെക്കൻഡ് വൺ ഡംബൽ സ്ക്വാട്ട്, ദ ലാസ്റ്റ് ക്വാഡ്സ് മസിലിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് ലെഗ് പ്രസ്സാണ്. നിങ്ങളുടെ ജിമ്മിലുള്ള ഏത് ലെഗ് പ്രസ് മെഷീനും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിറ്റ് നമ്മൾ മാക്സിമം താഴോട്ട് ഇറക്കുന്നത് ആ ഒരു ഫോഴ്സ്, വെയിറ്റ് ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ആ ഒരു ഫോഴ്സ് നമ്മളുടെ ഈ മസിലിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ട് എടുപ്പിക്കുക. സെക്കൻഡ് വൺ, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഫുള്ള് പുഷ് ചെയ്തിട്ട് നമ്മളെ കാല് സ്ട്രൈറ്റ് ആക്കാതെ ഇരിക്കുക. അത്രയും മതി. നമ്മൾ ഫുൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മൊത്തം നമ്മളെ നീക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരു ബെൻഡ് യൂസ് ചെയ്യുക. അതിന് ശേഷം ഫുള്ളായിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തായിട്ട് ലെക്കുകളാണ്. ഹാംസ്ട്രിങ് മസിലിനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ജിമ്മിലുള്ള ഏതെങ്കിലും ഒരു ലെക്കുകൾ മെഷീനെ ഉപയോഗിച്ച് ചെയ്യുക. നന്നായി മസിലിനെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ സ്ലോ റിലീസ് എടുക്കുക. നന്നായി സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. മസിലിൻ്റെ മൈൻഡ് നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾ ചൂസ് ചെയ്ത വെയിറ്റിനനുസരിച്ച് 15, 12, 10,
എന്നിങ്ങനെ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് അബ്ഡക്ഷൻ അഡക്ഷൻ, അതായത് ഇന്നർ തൈസ് ഔട്ടർ തൈസിനെ ഫോക്കസ് ചെയ്തിട്ട്, ഇത് ഔട്ടർ തൈസ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ്. നമ്മൾ വെയിറ്റ് എടുത്തിട്ട് ഒരു പോയിൻ്റ്, ഒരു ഹാഫ് സെക്കൻഡ്സ് കൂടെ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒരു പോയിൻ്റ് ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒന്നുകൂടെ ചെയ്യുന്ന ആ ഒരു മസിലിനെ ഒന്നുകൂടെ ടാർഗറ്റ് ചെയ്യാൻ ആയിട്ട് കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇന്നർ തൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് എടുക്കുക, മാക്സിമം ക്ലോസ് ചെയ്യുക, ഒരു പോയിൻ്റ് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് മസിലിനെ നന്നായി സ്ക്യൂസ് ചെയ്ത് കൊടുത്ത് സ്ലോ റിലീസ്. അടുത്തതായിട്ട് കാഫ് റേസ് ആണ്. കാഫ് മസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നന്നായി സ്ട്രെച്ച് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ പോയിൻ്റ് അല്ല, ജസ്റ്റ് 1 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് ആ വെയിറ്റോടെ ഹോൾഡ് ചെയ്ത് മസിലിന് ഫുൾ പ്രഷർ കൊടുത്തതിന് ശേഷം ഫുൾ ഡൗൺ and full stretch. Okay, അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെ തേർഡ് പാർട്ടായിട്ടുള്ള ലെഗിൻ്റെ എക്സസൈസ് ഇതാണ്. ഇത് ഒരു പുഷ് പുൾ ലെഗിൻ്റെ കൂടെ ചെയ്യാവുന്ന എക്സസൈസാണ്. ഇത് കൂടുതലും ഉപകാരപ്പെടുക ഒരു ബിഗിനർക്കാണ്. ജിമ്മിൽ കുറച്ച് കാലമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക്, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്ക് ഇതിനൊക്കെ കൂടുതൽ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെഗിൻ്റെ ഒരു അടിപൊളി ലെഗ് എക്സസൈസിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് എക്സസൈസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെങ്കിലും മിനിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എക്സസൈസിന് ശേഷം സ്ട്രെച്ചിങ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അതിൻ്റെ ഒരു സ്ട്രെച്ചിങ് വീഡിയോ, കൂൾ ഡൗൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഫിറ്റ്നസിൻ്റെ ഒരു അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.